ഇന്ന് വെളുപ്പിന് 2 മണിക്ക് നടന്ന സംഭവമാണിത്. എന്തായി ഫോട്ടോ എടുക്കുന്നല്ലേ? ദേ ഇന്ന് ലൂണാർ എക്ലിപ്സ് കാണാൻ പറ്റും. അതാ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഇന്ന് ബാങ്കിലോട്ട് പോവാണ്. സോ ഇന്ന് കോട്ടൊന്നുമില്ല, നല്ലൊരു വെതറാണ്. സ്പ്രിംഗ് ആവാറായോണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ കുറെ കുഞ്ഞു കിളികളെയും അതിന്റെ സൗണ്ടും ഒക്കെ കേൾക്കായിരുന്നു. അങ്ങനെ നടന്ന് ബാങ്കിലെത്തി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. എന്ന് അനിയത്തിക്കാണ് അക്കൗണ്ട് എടുത്തത്. അങ്ങനെ അവിടുന്ന് തൊട്ടടുത്തുള്ള വേറെ ബാങ്കിലോട്ട് വന്ന് എനിക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. അവിടെ നിന്ന് നേരെ ഹോസ്റ്റലിലോട്ട് വിട്ടു. ആൻഡ് ഇറ്റ് വാസ് ലഞ്ച് കഴിക്കേണ്ട ടൈം. സോ മാഗി ഉണ്ടാക്കാന്ന് വെച്ചു. ദോസ് ഹു ആസ്ക് വൈ മാഗി ഓൾവേസ്, ഉണ്ടാക്കാനും സാധനം മേടിക്കാനും ഇറ്റ്സ് ഈസി. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഫുഡ് പാൻട്രിയിൽ പോവാന്ന് വെച്ചു. അതായത് ഇവിടെയുള്ള സ്റ്റുഡൻസിന് മന്ത്ലി വൺസ് ഇവിടെയുള്ള പാൻട്രിയിൽ നിന്ന് ഫുഡ് ഫ്രീ ആയിട്ട് എടുക്കാം. ആൻഡ് ദേ ഹാവ് സം ലിസ്റ്റ് ഫ്രം വിച്ച് വി ക്യാൻ ടേക്ക് ഫുഡ്. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളും എടുത്ത് തിരിച്ചു വന്ന് മാഗിയും കഴിച്ച് ചെറുതായിട്ടൊന്ന് ക്രേവിങ്സ് വന്നപ്പോൾ ഐസ്ക്രീമും ബ്രൗണിയും കൂടി കുത്തിക്കയറ്റി ഉറങ്ങി എണീറ്റപ്പോൾ രാത്രി. അതായത് ഇനി ഡിന്നർ പ്ലാൻസ്. കുഞ്ഞായിരിക്കുമ്പോൾ, അതായത് ഞാൻ 8ലൊക്കെ പഠിക്കുന്ന സമയത്ത് അടുക്കളയുടെ അടുത്തൂടെ പോയിട്ടില്ല. പോകും, ഇടയ്ക്കിടയ്ക്ക് ഇല്ലാത്ത സാധനം ഉണ്ടോയെന്ന് നോക്കാൻ ഫ്രിഡ്ജ് തുറക്കാൻ പോകും. പിന്നെ എന്തെങ്കിലും ചെറിയ സഹായത്തിന് അമ്മ വിളിച്ചാലും പോകും. എന്തിനു പറയാൻ, അമ്മ അച്ഛനും വീട്ടിലില്ലാത്തപ്പോൾ ഒരു പ്രത്യേകം പറയും, ഒന്നും ഉണ്ടാക്കരുത്, ഗ്യാസ് ഒന്നും ഓണാക്കരുത് എന്നൊക്കെ. അച്ഛനെ സംബന്ധിച്ച് ഞങ്ങൾ പഠിക്കണം. സോ ഫോർ ഹിം സ്റ്റഡീസ് വാസ് എസ് പ്രയോറിറ്റി. അതുകൊണ്ട് അടുക്കളയുടെ പരിസരത്ത് പോലും ഞങ്ങളെ പോകാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോഴേ അമ്മ പറയായിരുന്നു, നിന്നെ കെട്ടുന്നവന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നു. നമ്മൾ ആരാ മോള്? അരമണിക്കൂറിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ഫ്രണ്ട് ഉണ്ടാക്കിയ ബനാന ബ്രെഡ് കഴിച്ചിരുന്നപ്പോൾ ഇറ്റ് ഹാപ്പൻഡ്. ദേ ഈ അനൗൺസ്മെന്റ് കൊടുങ്കാറ്റെന്നല്ല, ഇനി ഭൂമി അവസാനിക്കും എന്ന് പറഞ്ഞാലും ഉറങ്ങി കിടക്കുന്ന നമ്മൾ എണീക്കില്ല. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.